ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് 3/11/2022. അപ്പോൾ നമ്മൾ ഇന്ന് യൂറോ USDയുടെ പ്രൈസ് ആക്ഷൻ നോക്കാം. ഇന്ന് ഞാൻ ട്രേഡ് എടുത്തിട്ടില്ല, എനിക്ക് പനിയാണ്, അപ്പോൾ ഞാൻ ട്രേഡ് എടുത്തിട്ടില്ല. അപ്പം ഒരു പേപ്പർ ട്രേഡ് ചെയ്തു, ചുമ്മാ എടുത്തതാണ്, വേറൊന്നുമില്ല. അപ്പം ഇന്ന് നമ്മൾ ഏഷ്യ കൺസോൾഡേറ്റ് ചെയ്തത് ഇന്നലെ രാത്രിയിലുണ്ടായ മൂവാണ് FOMCയുടെ. അത് കഴിഞ്ഞ് താഴേക്ക് വന്നു. അതുപോലെ അത് കൺസോൾഡേറ്റ് ചെയ്ത് താഴത്തെ ലിക്വിഡിറ്റി എല്ലാം സ്വീപ്പ് ചെയ്തിട്ട് മേളിലേക്ക് പോയി. മേളിലത്തെ ലിക്വിഡിറ്റി എല്ലാം സ്വീപ്പ് ചെയ്ത് മെറ്റിഗേറ്റ് ചെയ്തിട്ട് താഴേക്ക് വീണ്ടും ലണ്ടൻ ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ തന്നു. ലണ്ടൻ ജസ്റ്റ് 3 മണിയായപ്പോൾ ജസ്റ്റ് ഒരു സ്വീപ്പ് തന്നു. അത് നമുക്ക് നോക്കാം ലോവർ ടൈം ഫ്രെയിമിൽ. അവൻ ജസ്റ്റ് ഒരു സ്വീപ്പ് തന്നിട്ട് താഴേക്ക് ബ്രേക്ക് ചെയ്തു. അതൊരു FEGയിലേക്കായിരുന്നു. നമുക്ക് 3 മിനിറ്റ്സിൽ വല്ല എൻട്രി ഉണ്ടോ നോക്കാം. ഒരു FEG ഫോം ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കയറിയിട്ടുണ്ട്. അത് 9148 സെയിം ലെവലിലാണ് വന്നത്. അത് നമുക്കൊരു എൻട്രി ആയിട്ട് എടുക്കാൻ 1 മിനിറ്റ് വല്ല എൻട്രി ഉണ്ടെങ്കിലേ ഉള്ളൂ. പക്ഷെ 1 മിനിറ്റ് എൻട്രി ആയിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നില്ലത്. അപ്പം സ്ട്രെയിറ്റ് താഴേക്ക് പോകുമായിരുന്നു. വല്ല ന്യൂസോ വല്ലതും ആയിരിക്കും, എനിക്കറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ ട്രേഡേ എടുത്തിട്ടില്ല, ഞാൻ ചാർട്ടേ ഓപ്പൺ ആക്കിയിട്ടില്ല, തലവേദന കാരണം. അപ്പം താഴേക്ക് വന്നു നമ്മൾ ഇന്നലെ പറഞ്ഞ ആ ഒരു ഏരിയയിലെത്തി. അപ്പം ലഞ്ച് അവറിൽ താഴേക്ക് ബ്രേക്ക് ചെയ്തു, മെഡിഗേറ്റ് ചെയ്തു, താഴേക്ക് വന്നു. എന്നിട്ട് നമ്മുടെ OBയിൽ ജസ്റ്റ് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു OB ഉണ്ട്, ആ OB മെഡിഗേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇപ്പം ഇവിടെ ഒരു ഗ്യാപ്പും ഉണ്ട്. അതുപോലെ നമ്മൾ ഒരു ഹയർ ടൈം ഫ്രെയിമിൽ പോവുകയാണെങ്കിൽ 4 ഹവറിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്കൊരു ഗ്യാപ്പ് അവിടെ കാണാം. ഡെയിലിയിൽ പോകും, ഇവിടെ ഒരു ഗ്യാപ്പ് നമുക്ക് കാണാം. അപ്പോൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നുണ്ട്. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് ലിക്വിഡിറ്റി എല്ലാം സ്വീപ്പ് ചെയ്തു. പിന്നെ മേളിലേക്ക് വന്ന് വീണ്ടും ഡബിൾ ബ്രേക്ക് തന്നു വിത്ത് FEG. അത് മെഡിഗേറ്റ് ചെയ്തു. ഞാനപ്പോൾ ഇവിടെ ഒരു FEG വീണ്ടും ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ തന്നു ഇവിടെ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു എൻട്രി ചുമ്മാ എടുത്തു. അത് പേപ്പർ ട്രേഡാണ് ജസ്റ്റ്. അത് ഞാൻ ഇതിൻ്റെ ഈ ഒരു സ്വിങ്ങിൻ്റെ മുകളിലും പിന്നെ ഇതിൻ്റെ ഒരു 50% ആണ് വെച്ചത്. അത് ഞാൻ കാണിച്ചു തരാം. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചു, ഇതാണ് 50%. അത് ആ ഒരു ഏരിയയിലേക്ക് ഞാൻ എത്തി, അവിടത്തേക്കാണ് ഞാൻ വെച്ചത്. അതൊരു 1:3 ഉണ്ടായിരുന്നു. 1:3 ആണ് ഞാൻ വെച്ചത്, ഐ തിങ്ക് സോ. 1:3ക്ക് മുകളിലുണ്ടത്. ഞാൻ ഇതാണ് വെച്ചത്. അപ്പം 1:3 ഉള്ളൂ, കാരണം ഇത് ഞാൻ ട്രയൽ ചെയ്തതാണ്. ഇതാണ് ഞാൻ വെച്ചത്, ജസ്റ്റ് കറക്റ്റ് ഞാൻ 1:3 ആണ് വെച്ചത്. ഞാൻ ട്രെയിൽ ചെയ്ത് മണ്ടയ്ക്കോട്ട് വെച്ചതാണ്. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ ജസ്റ്റ് എൻട്രി ആയിട്ട് നമുക്ക് കണക്കാക്കാനാണെങ്കിൽ. കൺസോൾഡേറ്റ് ചെയ്യണം, നാളെ FOMC റിലീസ് ഉണ്ട്. അപ്പോൾ കൺസോൾഡേറ്റ് ചെയ്ത് താഴേക്ക് ലിക്വിഡിറ്റി സ്വീപ്പ് തന്ന് മേളിലേക്ക് ബ്രേക്ക് ആവാനാണ് സാധ്യത കൂടുതൽ ഞാൻ കാണുന്നത്. ഓക്കെ, ഇവിടെ ഇത്രയും ഒരു ഈക്വൽ ഹൈസ് പോലെ ലിക്വിഡിറ്റി ഫോം ചെയ്തിട്ടുണ്ട് ജസ്റ്റ്. അപ്പോൾ നമുക്ക് മേളിലേക്കൊരു റിവേഴ്സൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം ഇത് ഇത്രയായിരുന്നു ഇന്നത്തെ പ്രൈസ് ആക്ഷൻ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പം see you in next video guys.